ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ആനന്ദ്. അഡ്ഡ 24/7 മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെഷനിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പുതുതായിട്ട് അധികാരമേറ്റ കേരള മന്ത്രിസഭയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരാരൊക്കെയാണ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്, അവരേത് നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നമുക്ക് PSC പരീക്ഷകൾക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രി തന്നിട്ട് അത് ഏത് വകുപ്പാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് തന്നിട്ട് അത് ഏത് മന്ത്രിയാണ്, അവർ ഏത് നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അതേപോലെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പം കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് അതിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ ഞാൻ അത് ഒരു മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ആ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിന്റെ മെയിൻസ്, 10th ലെവലിന്റെ മെയിൻസിന്റെ കോച്ചിങ് നിങ്ങൾക്കുണ്ട്. അതേപോലെ നമുക്ക് 12th ലെവലിന്റെ മെയിൻസിന്റെ കോച്ചിങ് ലഭിക്കും. അതേപോലെ തന്നെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ്, ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഒറ്റ ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ 77% ഓഫിൽ നിങ്ങൾക്ക് ഒരു 3832 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കോഡ് യൂസ് ചെയ്യുക, Y305 എന്നുള്ളൊരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 77% ഓഫിൽ 3832 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 എക്സാംസിനോട് ചേർന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാവുന്നത് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മുടെ പുതിയ കേരള മന്ത്രിസഭയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ധർമ്മടമാണ്. നമുക്ക് എല്ലാവർക്കും കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. അദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകൾ പൊതുഭരണം, ആഭ്യന്തരം, വിജിലൻസ്, IT, മെട്രോ, അതേപോലെ ആസൂത്രണം. ഇത്രയും വകുപ്പുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഏതൊക്കെയാണ്? പൊതുഭരണമുണ്ട്, ആഭ്യന്തരമുണ്ട്, വിജിലൻസ് ഉണ്ട്, IT ഉണ്ട്, മെട്രോ ഉണ്ട്, അതേപോലെ തന്നെ ആസൂത്രണമുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്, ഓർത്തിരിക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ വീണ ജോർജ് ആറന്മുള മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ KK ശൈലജ ടീച്ചർ ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചർ മന്ത്രിസഭയിലില്ല. പകരം ആരോഗ്യ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? വീണ ജോർജ് ആണ്. ആറന്മുള MLA ആണ്. അതിനുശേഷം നമ്മുടെ KN ബാലഗോപാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം ധനകാര്യ വകുപ്പാണ്, ഫിനാൻസ് മിനിസ്ട്രിയാണ്, ധനകാര്യമാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു നേരത്തെ. ഇപ്പോൾ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് ധനകാര്യ വകുപ്പ്? KN ബാലഗോപാൽ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി അത് KN രാധാകൃഷ്ണൻ, നമുക്കറിയാം അദ്ദേഹം മുമ്പ് നമ്മുടെ മന്ത്രിയായിരുന്നിട്ടുണ്ട്, സ്പീക്കറൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചേലക്കര മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ ദേവസ്വമുണ്ട്, പാർലമെന്ററി കാര്യമുണ്ട്, അതേപോലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കാര്യങ്ങളും രാധാകൃഷ്ണനാണ് നോക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ MV ഗോവിന്ദനാണ്. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നതാണ്. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ എക്സൈസ് വകുപ്പുണ്ട്, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പുമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന MV ഗോവിന്ദൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ വരികയാണെങ്കിൽ PA മുഹമ്മദ് ഫിറോസ് ആണ്. നമ്മുടെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക, ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ബേപ്പൂരാണ്. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ പൊതുമരാമത്തും ടൂറിസവും യുവജനക്ഷേമവുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് സജി ചെറിയാനാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു. ഫിഷറീസ് വകുപ്പും സാംസ്കാരിക വകുപ്പുമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇനി അത് P രാജീവ്, കളമശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. വ്യവസായവും വാണിജ്യവുമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വ്യവസായവും വാണിജ്യവുമാണ് P രാജീവ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം കളമശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്തായിട്ട് VN വാസവൻ, അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ്. സഹകരണവും രജിസ്ട്രേഷനുമാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. സഹകരണവും രജിസ്ട്രേഷനും ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ജയിച്ചു വന്ന VN വാസവൻ നോക്കുന്നു. അടുത്തത് V ശിവൻകുട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നേമം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസവും തൊഴിലുമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ. വിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പുമാണ് അദ്ദേഹം നോക്കുന്നത്. നേമം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അടുത്തത് ഡോക്ടർ R ബിന്ദുവാണ്. നമ്മുടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ജയിച്ചു വന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ബിന്ദുവിന് നൽകിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നൽകിയത്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നതെന്നും ഓർത്തിരിക്കുക.
അടുത്തത് അബ്ദുൾ റഹ്മാനാണ്. താനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നു. ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യ വകുപ്പുമാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ പ്രവാസികാര്യ വകുപ്പുമാണ് അബ്ദുൾ റഹ്മാൻ നോക്കുന്നത്. അദ്ദേഹം താനൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. അടുത്തത് റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിന്റെ മണ്ഡലം ഇടുക്കിയാണ്. ജലവിഭവമാണ്. ഓക്കെ, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹത്തിന് നൽകിയത്. ജലവിഭവമാണ്. റോഷി അഗസ്റ്റിൻ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നു. അടുത്തത് ജെ ചിഞ്ചുറാണിയാണ്. ജെ ചിഞ്ചുറാണി നമ്മുടെ ചടയമംഗലം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ലീഗൽ മെട്രോളജി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, ഇത് മൂന്നുമാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലീഗൽ മെട്രോളജി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം. ഏത് മണ്ഡലത്തിൽ ജയിച്ചു വന്നു? ചടയമംഗലം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നു. അടുത്തതിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആന്റണി രാജുവാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചു വന്നു. ഗതാഗതമാണ്, ട്രാൻസ്പോർട്ട് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ AK ശശീന്ദ്രൻ ആയിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയിൽ അത് ഗതാഗതം ഹാൻഡിൽ ചെയ്യുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചു വന്ന ആന്റണി രാജുവാണ്. അടുത്തത് നമ്മുടെ K കൃഷ്ണൻകുട്ടി, ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടി എന്നത് നിങ്ങൾ പഠിച്ചിരിക്കുക. ചിറ്റൂർ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു. വൈദ്യുതിയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പ്. ചിറ്റൂർ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മണ്ഡലം. അടുത്തത് AK ശശീന്ദ്രനാണ്. അദ്ദേഹം ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിരിക്കുന്നത്. വനം ആണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ വനം ഹാൻഡിൽ ചെയ്തിരുന്നത് K രാജു MLA ആയിരുന്നു അല്ലെ. ഈ പ്രാവശ്യം അദ്ദേഹം വനം ഹാൻഡിൽ ചെയ്യുന്നത് AK ശശീന്ദ്രനാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ AK ശശീന്ദ്രൻ ഹാൻഡിൽ ചെയ്തിരുന്നത് ഏതായിരുന്നു? ഗതാഗതമായിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് P പ്രസാദ് ആണ്. അദ്ദേഹം ചേർത്തല മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കൃഷിയാണ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള കൃഷിയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. P പ്രസാദ്, ചേർത്തല മണ്ഡലം, കൃഷിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. അടുത്തത് K രാജൻ, ഒല്ലൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. റവന്യൂ വകുപ്പാണ് നൽകിയിരുന്നത്. K രാജൻ ഒല്ലൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. റവന്യൂ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് GR അനിലാണ്. ആദ്യമായിട്ടാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് GR അനിലാണ്. അദ്ദേഹം നെടുമങ്ങാട് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സിവിൽ സപ്ലൈസ് ആണ് നൽകിയിരിക്കുന്ന വകുപ്പ്. GR അനിൽ, നെടുമങ്ങാട് മണ്ഡലം, ഏത് വകുപ്പ്? സിവിൽ സപ്ലൈസ് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതേപോലെ അഹമ്മദ് ദേവർകോവിൽ, അദ്ദേഹം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. തുറമുഖ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. തുറമുഖ വകുപ്പാണ് നൽകിയിരിക്കുന്നത് അഹമ്മദ് ദേവർകോവിൽ. അപ്പൊ നമ്മൾ ഈ ഒരു മന്ത്രിസഭ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 21 മന്ത്രിമാരാണ് നമുക്കുള്ളത്. വനിതാ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഇപ്രാവശ്യത്തെ മന്ത്രിസഭയിലാണ്. 3 പേരാണ് നമുക്കുള്ളത്. ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആരോഗ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വീണ ജോർജ് ആരോഗ്യം ഹാൻഡിൽ ചെയ്യുന്നു. ഡോക്ടർ ബിന്ദുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അതേപോലെ ചിഞ്ചുറാണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ലീഗൽ മെട്രോളജി, ക്ഷീരവികസനം, അതേപോലെ മൃഗസംരക്ഷണം, ഇത് മൂന്നുമാണ് നൽകിയിട്ടുള്ളത്. 3 വനിതാ മന്ത്രിമാരാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്പീക്കർ നമ്മൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. MP രാജേഷ് ആണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാതിരുന്നത്. അത് നമ്മൾ അവർക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പ് എന്ന സ്ഥാനം ഏറ്റെടുത്ത ശേഷം അത് വേറൊരു സെഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും 21 മന്ത്രിമാരാണ് നമുക്കുള്ളത്. നല്ലതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഉണ്ട് ഇതിനകത്തുനിന്ന്. അത്യാവശ്യം എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അഡ 24/7 ആ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും iOS-ലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്